നമ്മുടെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എന്ന് പറയും. അനിമേഷൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആയിട്ടുള്ള സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച്. ഓക്കെ, അപ്പോൾ അതിൽ ഇതിപ്പോൾ ഒരു കണ്ടോ, ഒരു ആർക്കുണ്ട്. ഈ ഒരു ആർക്കിലാണ് ഒരു ബോൾ ബൗൺസ് ചെയ്ത് പോകുന്നത് കണ്ടോ. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇതിങ്ങനെ കുറഞ്ഞ് വരും. ഓക്കെ, നമുക്കിപ്പോൾ ഡയറക്റ്റായിട്ട് ഈ ഒരു അനിമേഷൻ നമുക്ക് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ഉപയോഗിച്ച് വേറൊരു ടൈപ്പ് ഓഫ് അനിമേഷൻ നമുക്ക് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള അനിമേഷൻ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടല്ലോ, ഈ ബോളിൻ്റെ ബൗൺസ് എന്ന് പറയുന്നത് വളരെ ആർക്കിലാണ് വരുന്നത്. അപ്പോൾ ഒരു അനിമേറ്ററിൻ്റെ കറക്റ്റ് ക്വാളിറ്റി അറിയണമെന്നുണ്ടെങ്കിൽ അയാളെ ബൗൺസിങ് ബോൾ മാത്രം കണ്ടറിയാൻ പറ്റും. ആക്ച്വലി നമ്മൾ വിചാരിക്കുന്ന ബൗൺസിങ് ബോൾ വളരെ ഈസിയാണ് ബൗൺസിങ് ബോൾ ചെയ്യാനെന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയല്ല. ബൗൺസിങ് ബോൾ എന്താണ്, കുറച്ച് ടഫാണ്. എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഒരു അനിമേറ്ററിനെ അളക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പറഞ്ഞു ബൗൺസിങ് ബോൾ. അങ്ങനെയല്ല, ബൗൺസിങ് ബോളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ബൗൺസിങ് ബോളിൽ തന്നെ ഒരു പ്രിൻസിപ്പിൾസ് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ ആർക്ക് അപ്ലൈ ആയിരിക്കണം. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ എന്ത് അനിമേഷനിൽ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഒരു 100% നമുക്ക് ആ ഒരു ക്വാളിറ്റി അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ ഫ്ലാഷിലോട്ട് കയറി, ഫ്ലാഷിൻ്റെ അകത്ത് നമുക്കിനി ഈ ഒരു ബോളിൽ നമുക്ക് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് അപ്ലൈ ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ട ഇങ്ങനെ ബൗൺസ് ചെയ്ത് പോകുന്നതല്ലേ, ഇങ്ങനെ. അത് നമുക്കിപ്പോൾ ചെയ്യേണ്ട. ആദ്യം നമുക്കൊരു സിമ്പിളായിട്ടുള്ള സംഭവം ചെയ്ത് പിന്നെ നമുക്കത് ചെയ്യാം. അപ്പോൾ ഇത് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനെ ഒരേ പ്രപ്പോഷനിൽ സ്കെയിൽ ചെയ്യാം. കണ്ടല്ലോ, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ അറേഞ്ച്മെൻറ്റ് ഞാൻ സ്വല്പം ഒന്ന് മാറ്റി. ഞാൻ അത് ഇവിടെ നിന്ന് ഡോക്ക് ചെയ്തിട്ട് ഇതിനെടുത്ത് ഇവിടെ ഇട്ട്. ഇവിടെ വേണമെങ്കിലും ഇടാം, ഇവിടെ ഇടാം, ഏത് ഏരിയക്കകത്തും വേണമെങ്കിലും ഇടാം. അത് നമ്മുടെ പ്രയോറിറ്റിയാണ്. നമുക്ക് എല്ലാത്തിനും ഡോക്ക് ചെയ്യാമല്ലോ. അതായത് ഈ പൊസിഷനൊക്കെ നമുക്ക് ഡോക്ക് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ പ്രോപ്പർട്ടി വിൻ്റെ ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ, കുഴപ്പമില്ല. ഇങ്ങനെ കണ്ട, ഇപ്പോൾ ഈ രണ്ട് ഇങ്ങനെ. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ഇടാം. അതുപോലെ തന്നെ ടൂൾ ബോക്സ് ഞാൻ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇട്ടു. അപ്പോൾ എനിക്കതാണ് കാണുമ്പോൾ കുറച്ചൊരു എനിക്ക് വർക്ക് കഴിഞ്ഞു. അതിനുവേണ്ടി തന്നെയാണ് അവരങ്ങനെ ഇട്ടിരിക്കുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഏരിയയിൽ ഡോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ. ഇനി സ്ക്വാഷ് ആണ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, സ്ക്വാഷ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചപ്പുക അല്ലേ. അപ്പോൾ ഇതിനെ നമ്മളിങ്ങനെ പിടിച്ചിങ്ങനെ ചപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ മിഡിലാണ് ഇത് ചപ്പുന്നത്. കാരണം എന്താണ്, പിവോട്ട് പോയിന്റ്. ഇത് കണ്ടോ, പിവോട്ട് പോയിന്റ് കണ്ടോ, ആ പിവോട്ട് പോയിന്റ് മിഡിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രപ്പോർഷൻ സ്കെയിൽ ചെയ്യുമ്പോൾ എന്ത് പറ്റും, ആ ഒരു പ്രപ്പോർഷൻ അനുസൃതമായിട്ടായിരിക്കും അത് സ്കെയിൽ ആവുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് പാടില്ല. നമുക്ക് കറക്റ്റ് പ്രപ്പോർഷൻ എന്തായിരിക്കണം, ഡൗൺ ആയിരിക്കണം. എന്നാലേ സ്ക്വാഷ് സ്ട്രെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത് കണ്ടല്ലോ, ഇത് സെലക്ട് ചെയ്തിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റ് ഡ്രാഗ് ചെയ്ത് മിഡിൽ കൊണ്ടുവരിക. ഇത് സെലക്ട് ചെയ്തിട്ട് അത് കാണത്തില്ല, ഇത് സെലക്ട് ചെയ്യുമ്പോൾ അത് വരും. ഇത് കണ്ടല്ലോ, ഫ്രീ ട്രാൻസ്ഫോം ടൂൾ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് ഗ്രേഡിയൻ ടൂൾ കൂടെ ഉണ്ട്. പക്ഷേ നമ്മൾ ഫ്രീ ട്രാൻസ്ഫോം ഉപയോഗിച്ചാൽ മതി. സോ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഇതിനെ കറക്റ്റ് മിഡിൽ കൊണ്ടുവരിക. ഓക്കെ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ 2015 ഫ്ലാഷ് 2018 ഉണ്ട്, 19 ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ അനിമേറ്റ് CC എന്നാണ് അറിയപ്പെടുന്നത്. ബട്ട് ബേസിക് കൺസെപ്റ്റ് എല്ലാം സെയിം ആണ്. അനിമേഷൻ്റെ കൺസെപ്റ്റ് എല്ലാം സെയിം ആണ്, ടൂൾസ് എല്ലാം സെയിം ആണ്. അപ്പോൾ അവർ അപ്ഗ്രേഡ് ചെയ്തപ്പോൾ അവരതിൻ്റെ പേര് മാറ്റി എന്നുള്ളതേ ഉള്ളൂ, ഫ്ലാഷ് അനിമേറ്റ് CC എന്ന് പറഞ്ഞാക്കി. ഇതിപ്പോൾ ഫ്ലാഷ് CC എന്നാണ് പറയുന്നത്. പക്ഷേ രണ്ടും ഈക്വൽ, സെയിം സോഫ്റ്റ്വെയർ തന്നെയാണ്. ചെറിയ മാറ്റങ്ങൾ ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷേ അനിമേഷൻ അതൊന്നും ബാധിക്കത്തില്ല. അനിമേഷൻ എല്ലാം സെയിം. ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെയാണ് അനിമേഷനിലുള്ളത്. കുറച്ച് അപ്ഗ്രേഡേഷൻ മാത്രം വന്നതേ ഉള്ളൂ. ഇനി ഇത് മിഡ് എന്നുള്ളതിനെ ഞാൻ ഇവിടെ ആക്കി കറക്റ്റ് ഈ ഒരു പോയിന്റിലാക്കി. എന്നിട്ട് നമുക്ക് ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്ത് നോക്കാം. നോക്കിയാൽ ഇപ്പം നോക്കിയേ, സ്ക്വാഷ് സ്ട്രെച്ച്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് എന്താക്കുക, അത് കറക്റ്റ് മിഡ് പോയിന്റിലോട്ട് ആക്കുക. മിഡ് പോയിന്റിലോട്ട് ആദ്യം ഇരിക്കുന്ന സംഭവത്തിനെടുത്ത് നമ്മൾ ഡൗണിലോട്ട് ആക്കുക. ഇവിടെ നിന്ന് നമ്മളെടുത്ത് മിഡിലോട്ടാക്കി. ഇവിടെ ആക്കി കഴിഞ്ഞാൽ എന്ത് പറ്റും, അവിടെ നിന്ന് ആ രീതിയിൽ പ്രപ്പോർഷനില്ല. അപ്പോൾ എനിക്ക് ഒരു ഒബ്ജക്റ്റ് താഴെ വന്ന് വീഴുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത്, സ്ക്വാഷ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പോയിന്റിലായിരിക്കും എന്ത് ചെയ്യുന്നത്, സ്ക്വാഷ് ആവുന്നത്. അത് കഴിഞ്ഞിട്ട് സ്ട്രെച്ച് ആവും. ഓക്കെ, ഇനി നമ്മൾ സ്വല്പം ഒന്ന് സൂം ഔട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിവിടെ തന്നെ ഇരിക്കുമെന്ന് ഉറപ്പ് വരുത്തുക. ഇനി ഇതിൽ നിന്ന് പുറത്ത് പോകാൻ വേണ്ടി ഇതിൽ ക്ലിക്ക് ചെയ്താൽ മതി, സെലക്ഷൻ ടൂളിൽ. അപ്പോൾ വീണ്ടും അതെന്തു പുറത്ത് പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മൾ ഇതിൽ തന്നെ വെച്ച് വർക്ക് ചെയ്യുക, ഫ്രീ ട്രാൻസ്ഫോമിൽ. ഓക്കെ, ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമ്മൾ ഫ്രീ ട്രാൻസ്ഫോമിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും പ്രോബ്ലം ഇല്ല. അതൊന്ന് റീസെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, വർക്ക് ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴും, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് പുറത്ത് ക്ലിക്ക് ചെയ്യുമ്പോഴും ഇങ്ങോട്ട് വരും. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കൊരു പരിപാടി ഉണ്ട്. അതിന് ഇവിടെ വെച്ചിട്ട് നമ്മൾ ആദ്യം അനിമേഷൻ ചെയ്യുക, ഫസ്റ്റ് അനിമേഷൻ ചെയ്യുക. അതായത് ഇവിടെ നിന്ന് ഉള്ള ബോൾ ഫസ്റ്റ് കീ ഫ്രെയിം ഇവിടെ വെച്ചു. രണ്ടാമത് ഇവിടെ നിന്ന് താഴോട്ട് ട്രാവൽ ചെയ്യാൻ വേണ്ടി എത്ര സമയം വേണം, നമുക്കൊരു 5 ഫ്രെയിം ഇപ്പോൾ തൽക്കാലം കൊടുക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് കീ ഫ്രെയിം. ഓക്കെ,
എന്നിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, ഇതിനെ താഴേക്ക് വെക്കുക, എന്നിട്ട് ക്ലിക്ക് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. അതാകുമ്പോൾ ഇനി അതിൽ നിന്ന് ഒബ്ജക്റ്റ് മാറത്തില്ല. നോക്കിയേ, ഇത് അങ്ങനെ ഇരുന്നോട്ടെ. ഇതെത്തുന്ന സമയത്ത് ഇത് ഒന്ന് മൂവ് ചെയ്തിട്ട്, ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്തിട്ട്, ഓക്കെ, അടുത്ത ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി വീണ്ടും മൂവ് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ താഴേക്ക് കൊണ്ട് ഇനി നമ്മൾ മാറുമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ സെലക്ട് ചെയ്ത് അപ്പോൾ മാറുന്നുണ്ട് അല്ലേ, പ്രോബ്ലം ഇല്ല. പിവോട്ട് പോയിന്റ് മാറിയാലും നമുക്ക് വിഷയമുള്ള കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ അവിടെ വെച്ചിട്ട് ഒരു സ്ക്വാഷ് അങ്ങ് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിയേ, സ്ക്വാഷ് വൺസ് അപ്ലൈ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോൾ ഒന്ന് സ്ക്വാഷ് ചെയ്തു കൊണ്ട് വൺസ് ഇതായി കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷയമുള്ള കാര്യമല്ല. സ്ക്വാഷ് ആയി കഴിഞ്ഞാൽ നമ്മളിനി അത് ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. സ്ക്വാഷ് ചെയ്തു, ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്തു, സ്ക്വാഷ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടെ വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. നമ്മളൊരു 5 എന്നുള്ളത് നമ്മളൊരു 5 എന്നുള്ളത് ഒരു 9th ഫ്രെയിമിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ അല്ല, 9th ഫ്രെയിമിൽ കേട്ടോ, 9th ഫ്രെയിമിൽ വെച്ചിട്ട് ഒന്ന് സ്ട്രെച്ച് ചെയ്തു, ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വരുമ്പോൾ ചാടുന്നുണ്ടല്ലോ അങ്ങോട്ട്. കാരണം എന്താണ്, അവിടെ കീ ഫ്രെയിം ഇൻസേർട്ട് ചെയ്യുക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് കീ ഫ്രെയിം, എന്നാൽ മാത്രമേ അവിടെ രജിസ്ട്രേഷൻ ആവുള്ളൂ. ഫൈൻ, രജിസ്ട്രേഷൻ ആവുള്ളൂ. ഇപ്പം നോക്കിയേ, ഇതാ കണ്ടല്ലോ, ഇപ്പം പക്ക രജിസ്ട്രേഷൻ ആവുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, കീ ഫ്രെയിം ഇപ്പോഴും നമ്മൾ ഇൻസേർട്ട് കീ ഫ്രെയിം ഇട്ടാൽ മാത്രമേ ആ ഒരു ഇത് നമുക്ക് പക്കയായിട്ട് വരുള്ളൂ. ഓക്കെ, ഇവിടെ നമുക്ക് സ്ക്വാഷ്, സ്ട്രെച്ച്, ദെൻ പഴയ പോസ് എന്ന് പറഞ്ഞാൽ ഏതാണ്, ആദ്യത്തെ പോസ് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇനി ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ഇത് രണ്ടും ഞാൻ സെലക്ട് ചെയ്തിട്ട് റിമൂവ് ചെയ്ത് ക്ലിയർ കീ ഫ്രെയിം കൊടുക്കുക. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലല്ലോ അല്ലേ. ഇവിടെ വെച്ചിട്ട് നമ്മൾ പിവോട്ട് പോയിന്റ് മിഡാക്കി നമുക്ക് 5th ഫ്രെയിമിൽ പോയിട്ട് ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുത്തു, ഡ്രാഗ് ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക. അപ്പോൾ ആ പോസ് അവിടെ തന്നെ ഇട്ടേക്കുക. അപ്പോൾ രണ്ടും എന്താണ്, സെയിം പോസാണ്. അതിനുശേഷം വീണ്ടും അവിടെ വെച്ചിട്ട് ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുക്കുക. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഒരു പോസ് കിട്ടും. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ കറക്റ്റായിട്ട് കിട്ടും. രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ക്വാഷ് ചെയ്തിട്ട് സ്ട്രെച്ച് ചെയ്യുന്ന സമയമുണ്ടല്ലോ, അപ്പം നമുക്കൊരു ഡീഫോൾട്ടായിട്ട് ഇതിനൊരു പ്രപ്പോർഷൻ ഉണ്ട്. ആ പ്രപ്പോർഷൻ പോകാൻ പാടില്ല. പ്രപ്പോർഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ സ്ക്വാഷ് സ്ട്രെച്ച് ചെയ്തപ്പോൾ ഒറിജിനൽ സംഭവം എവിടെ വെക്കണമെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായി ഇല്ലേ. ആ കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യുന്നു, എല്ലാ പോസും ഒരേ സ്ഥലത്ത് തന്നെ വെക്കുന്നു, ഇൻസേർട്ട് കീ ഫ്രെയിം. ഇനി നമ്മൾ ചെയ്താൽ നമുക്ക് പക്കായിട്ട് കിട്ടും. ഡൗൺ വരുന്ന സമയത്ത് ഇവിടെ സെലക്ട് ചെയ്യുന്നു, നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, താഴേക്ക് വരുത്തുക. ഇത് സെലക്ട് ചെയ്യുന്നതുകൊണ്ട് ഇനി അങ്ങനെ ഒരു വിഷയമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ എത്തി, ഇവിടെ നിന്ന് ഇങ്ങനെ എത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്വാഷ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സ്ക്വാഷ് ചെയ്യുമ്പോൾ ഇനി പിവോട്ട് പോയിന്റ് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. വെച്ചു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചും കൂടെ സൂം ചെയ്യുക, എന്നിട്ടൊന്ന് സ്ക്വാഷ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു, ഒറിജിനലിൽ നിന്നാണ് ഇവിടെ ഇങ്ങനെ ആയത്. ഓക്കെ ആയി, എന്നിട്ട് പഴയ പൊസിഷനിലോട്ട് വന്നു. അപ്പം നമുക്ക് നമ്മളെ കയ്യിൽ ഒറിജിനൽ ഉണ്ട്. ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുക, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുക്കുക. ഇനി നമുക്കൊന്ന് നോക്കാം. ഇനി നമ്മൾ ഡൗൺ അല്ലേ, ഡൗണിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെച്ച് കൊടുക്കാം. സ്ട്രെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. ഇവിടെ ഇങ്ങനെ സെലക്ട് ചെയ്യുക, സ്ട്രെച്ച് ദെൻ സ്ക്വാഷ്. ഇപ്പം നോക്കിയേ, സ്ട്രെച്ച് ദെൻ സ്ക്വാഷ് ദെൻ ടു ഒറിജിനൽ പൊസിഷൻ. കണ്ടോ, സ്ട്രെച്ച് സ്ക്വാഷ് ഒറിജിനൽ പൊസിഷൻ. ഓക്കെ, ഒറിജിനൽ പൊസിഷന് മുമ്പ് വേണമെങ്കിൽ സ്വല്പം കൂടെ സ്ട്രെച്ച് ചെയ്താലും കുഴപ്പമില്ല. നമ്മളെ കയ്യിൽ ഒറിജിനൽ പൊസിഷൻ ഇവിടെ ഇരിപ്പുണ്ടല്ലോ. സോ ഇവിടെ സെലക്ട് ചെയ്യുക, ഇത് ഇവിടെ ഇങ്ങനെ സ്വല്പം ഒന്ന് താഴേക്ക് വയ്ക്കുക, ദെൻ സ്ക്വാഷ്. ഇപ്പം നോക്കിയേ, നമുക്കൊന്ന് കൺട്രോൾ എൻ്റർ അടിച്ച് നോക്കാം. ഓക്കെ, കാരണം നമ്മളെ പൂർണ്ണമായിട്ടുള്ള അനിമേഷൻ ആയിട്ടില്ല. അനിമേഷൻ ആവണമെങ്കിൽ എന്ത് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, ആദ്യം മുതൽ അവസാനം വരെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്രിയേറ്റ് ക്ലാസിക് ട്വെയിൻ. ഓക്കെ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഇപ്പം നമ്മൾ പ്രശ്നം എന്താണ്, ഇപ്പം നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, പിവോട്ട് പോയിന്റ് വീണ്ടും മാറി. പിവോട്ട് പോയിന്റ് കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അത് ക്ലാസിക് ട്യൂൻ ആയതുകൊണ്ടാണ്. ഇവിടെ സെലക്ട് ചെയ്യുക, പിവോട്ട് പോയിന്റിന് താഴെ വെച്ച് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, ക്ലാസിക് ട്യൂൻ ആയതുകൊണ്ടാണ്, വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ജസ്റ്റ് സെലക്ട് ചെയ്യുക, പിവോട്ട് പോയിന്റിനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, പിവോട്ട് പോയിന്റിനെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഇപ്പം നോക്കിയേ, എക്സാക്ട് ഇതാ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ. ഇനി നമുക്ക് ടൈമിംഗ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൂ. ടൈമിംഗ് മോശമായിട്ടിരിക്കുകയാണ് ടൈമിംഗ്. ഈ സ്ട്രെച്ച് കണ്ട,
ഓക്കെ, ഇവിടെ സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ സ്ക്വാഷ് ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഇനി കുറേ കാര്യങ്ങൾ വർക്ക് ചെയ്യാനുണ്ട്, എന്നാലേ ഇത് നല്ല അനിമേഷനായിട്ട് നമുക്ക് മാറുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ഏരിയക്കകത്തുണ്ടല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് വീഴണം. അതിന് മുമ്പായിട്ട് നമുക്കത് ഇത് സെലക്ട് ചെയ്തിട്ട് നോർമൽ എന്നുള്ളതിനെ നമുക്ക് ലാർജ് ആക്കാം. കണ്ടോ, അപ്പോൾ കറക്റ്റ് കുറച്ച് ഫ്രെയിംസേ വരുള്ളൂ. ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് എന്ത് ചെയ്തു, സ്ക്വാഷ് ചെയ്തല്ലേ. അത് കഴിഞ്ഞിട്ട് സ്ട്രെച്ച് ചെയ്തു അല്ലേ. ആ സ്ട്രെച്ച് നമുക്ക് വേണ്ട, നമുക്കിവിടെ വെച്ചിട്ട് നോർമൽ കൊണ്ടുവരാം. കണ്ടല്ലോ, നോർമൽ ഇവിടെ നിന്ന്. അപ്പം നോർമൽ വന്നിട്ട് അപ്പോൾ ഇവിടെ എന്താണ് സ്ക്വാഷായി, സാധാരണ ഒരു ഇതായി പോയി ചെറുതായിട്ടൊന്ന് സ്ക്വാഷായി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എടുത്തിട്ട് ഒരു കീ ഫ്രെയിം ഇൻസേർട്ട് ചെയ്യാം, ഇൻസേർട്ട് കീ ഫ്രെയിം. ഓക്കെ, എന്നിട്ട് നമ്മൾ സ്വല്പം കീ ഫ്രെയിമിൻ്റെ താഴോട്ട് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സ്വല്പം സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നോക്കിയേ, സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ്, സ്ട്രെച്ച്, ദെൻ ഇവിടെ എത്തുമ്പോൾ സ്ക്വാഷ്, ഇവിടെ സെലക്ട് ചെയ്യുക, സ്ക്വാഷ്. ഇനി നോക്കിയേ, സ്ക്വാഷ്, 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 ദെൻ സ്ട്രെച്ച്, ദെൻ സ്ക്വാഷ്. അപ്പോൾ വീണ്ടും ഇത് മാറി. കീ ഫ്രെയിം ഒബ്വിയസ്ലി മാറുമല്ലോ, സ്വല്പം കൂടെ മാറ്റി കൊടുക്കുക, ഒരുപാട് വേണ്ട. സ്ക്വാഷ്, ഇവിടെ നോക്കിയേ, സ്ട്രെച്ച്, സ്ക്വാഷ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ളൊരു ഫ്രെയിം മിസ്സിംഗ് ആണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നും കൂടെ ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുക്കുക. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസേർട്ട് കീ ഫ്രെയിം, സ്വല്പം കൂടെ ഒന്ന് സ്ക്വാഷ് ചെയ്യുക. കാരണം ആ ഒരു പൊസിഷൻ നമുക്ക് കിട്ടിയില്ലായിരുന്നു, കണ്ടോ. അപ്പോൾ ഈ പൊസിഷൻ നമുക്ക് സ്വല്പം താഴേക്ക് കൊണ്ടുവരാം, പ്രശ്നമില്ല, ഇങ്ങനെ താഴേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ നോക്കിയേ, ഏതോ ഒരു സ്ഥലത്ത് കണ്ടോ ഇങ്ങനെയായി, ഭയങ്കരമായിട്ട് വലുതായി. ഓക്കെ, അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്വാഷ് ചെയ്തിട്ട് പിന്നെ എന്താണ് സ്ട്രെച്ചാണ് ചെയ്യേണ്ടല്ലേ. അപ്പോൾ ഇത്രയും കീ ഫ്രെയിം കിടന്ന് ട്യൂനിങ് വരെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെല്ലാം കൂടെ സെലക്ട് ചെയ്ത് അടുപ്പിച്ചിട്ട് കൊടുക്കുക, ഇതാ ഇങ്ങനെ. അല്ലെങ്കിൽ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീനിൽ അങ്ങനെ ഒരു പ്രോബ്ലം വരാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട് നമ്മളതിനെ അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഇവിടെ സെലക്ട് ചെയ്യുക, അതിനെ പിടിച്ച് അടുപ്പിച്ചിട്ട് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ വന്നു, അപ്പ് ചെയ്ത് ഡൗൺ ആയി. സ്ട്രെച്ച്, സ്ക്വാഷ്, സ്ട്രെച്ച്, ദെൻ സ്ട്രെച്ച്. ഇത് നമുക്ക് വേണ്ട. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിയർ കീ ഫ്രെയിം, അല്ലെങ്കിൽ റിമൂവ് കീ ഫ്രെയിം കൊടുത്താലും മതി. അപ്പോൾ ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ക്ലിയർ കീ ഫ്രെയിം കൊടുക്കുക, ക്ലിയർ കീ ഫ്രെയിം. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പ് ഡൗൺ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരെണ്ണം മിസ്സിംഗ് ഉണ്ട്. മിസ്സിംഗ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ആ മിസ്സിങ്ങിനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റിമൂവ് കീ ഫ്രെയിം. ഓക്കെ, ഇപ്പം നോക്കിയേ, ഇനി നമ്മൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടോ, സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പം നമുക്ക് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് വന്നിട്ട് ഡൗൺ ആവുമല്ലോ. ഇവിടെ നിന്ന് ഡൗൺ, ദെൻ അപ്പ്, ദെൻ ഡൗൺ അല്ലേ. ദെൻ അപ്പ്, ഇവിടെ നിന്ന് ഡൗൺ, ദെൻ അപ്പ്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് രണ്ടെണ്ണം കൂടെ സെലക്ട് ചെയ്ത് ഇനി നമുക്ക് ഇതിൻ്റെ ടൈമിങ് സ്വല്പം നീക്കി വെച്ച് കൊടുക്കാം. നീക്കിയുള്ള പ്രശ്നം കണ്ട, കാരണം എന്താണ്, ഇത് നമ്മൾ ക്ലാസിക് ട്യൂണിലാണ് വർക്ക് ചെയ്യുന്നത്, അത് മനസ്സിലാക്കണം. ക്ലാസിക് ട്യൂണിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയം വരുന്നത്. സാധാരണ കീ ഫ്രെയിമിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു ഇഷ്യൂവിൻ്റെ അകത്ത് വരത്തില്ല, മനസ്സിലായില്ലേ. കണ്ടോ, ഇത് ഇത്രയും കീ ഫ്രെയിംസ് ഈ ഒരു ഇതിൻ്റെ ഡിലേ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ രണ്ട് സെലക്ട് ചെയ്യുക, അടുപ്പിച്ച് തന്നെ ഇടുക. കാരണം ആ ഒരു ഏരിയക്കകത്തുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, അടുപ്പിച്ചിടുക. അപ്പോൾ ഇവിടെ നിന്ന് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെച്ച് ഓക്കെ, ആ ഒരു പൊസിഷൻ വേണമെങ്കിൽ സ്വല്പം ഒന്ന് താഴ്ത്താം. എന്നിട്ട് ഇവിടെ നിന്ന് വരുമ്പോൾ ഇങ്ങനെ ആ ഒരു ഏരിയക്കകത്ത് ഇങ്ങനെ വരും. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് എയറിലാണ് നിൽക്കുന്നത്, വേണമെങ്കിൽ നമുക്ക് അതേ പൊസിഷനിൽ വെക്കാം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് കുറച്ചും കൂടെ വർക്ക് ചെയ്യും. അപ്പോൾ ഇനിയിപ്പം നമുക്ക് ആ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു വിഷയം. കണ്ടോ, ഇവിടെ നിന്ന് അപ്പ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ ഒരു ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുത്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുക്കാം. കീ ഫ്രെയിം കൊടുത്തിട്ട് അവിടെ വെച്ച് അതിനെ വലുതാക്കി കഴിഞ്ഞാൽ ആ ഒരു ഇഷ്യൂ വരത്തില്ല. കണ്ടോ, അപ്പം നോക്കിയേ, ഇതാണ്ടോ, ഡൗൺ അപ്പ്. ഇവിടെ ഒന്നും കൂടെ ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുത്താലും കുഴപ്പമില്ല, ഇൻസേർട്ട് കീ ഫ്രെയിം. അപ്പോൾ ഈ മോഷൻ ട്യൂൺ തന്നെ വർക്ക് ചെയ്യണമെന്നില്ല, നമുക്ക് വേറെ ടൈപ്പ് ഓഫ് അനിമേഷനും ഉണ്ട്. പക്ഷേ ഇപ്പോൾ തൽക്കാലം നമ്മൾ മോഷൻ ട്യൂണിൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്ലാസിക് ട്യൂൺ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രെച്ച്. ഓക്കെ, സ്ട്രെച്ച്. അപ്പോൾ നമുക്കിവിടെ ഇൻസേർട്ട് കീ ഫ്രെയിം ഇട്ട് കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അവിടെ സ്ട്രെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് ഇവിടെ സ്ട്രെച്ച്, സ്ക്വാഷ് കുറച്ച് സമയം കൂടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ സ്ക്വാഷ് കുറച്ച് സമയം കൂടെ ഹോൾഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, കോപ്പി കീ ഫ്രെയിം. ഓക്കെ, ദെൻ പേസ്റ്റ് കീ ഫ്രെയിം. ഓക്കെ, അപ്പം അവിടെ അത്രയും പേസ്റ്റ് ആവും. അപ്പോൾ ഒരു കാര്യം, ഇനി അത് രണ്ടും ഒരേ കീ ഫ്രെയിം അല്ലേ. അപ്പോൾ നമുക്ക് ആ സ്ക്വാഷിനെ കുറച്ചും കൂടെ പിടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇപ്പോൾ അതാ ഇങ്ങനെ ആവും. കണ്ടോ, ആ ഒരു റബ്ബർ മൂവ്മെൻറ്റ് അതിൻ്റെ അകത്ത് കിട്ടും. ഇനി പ്ലേ ചെയ്ത് നോക്കിയേ,
കണ്ടോ, ആ ഒരു റബ്ബർ ഫീൽ നമുക്ക് കുറച്ചുകൂടെ കിട്ടും. പ്ലേ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കറക്റ്റ് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് അതിൻ്റെ അകത്ത് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പ്ലെയർ ക്ലോസ് ചെയ്തു. അതിനുശേഷം ഇനി നമുക്ക് വീണ്ടും പിന്നെ നമുക്ക് റീട്യൂൺ ചെയ്യാം, പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ സ്ക്വാഷ് ചെയ്തു, സ്ട്രെച്ച് ചെയ്തു. ഓക്കെ, നമുക്ക് ആ ഒരു സ്ട്രെച്ച് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ആ സ്ട്രെച്ച് വേണമെന്നുണ്ടെങ്കിൽ റിമൂവ് കീ ഫ്രെയിം കൊടുത്താൽ മതി. രണ്ടെണ്ണം അതിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ആ ഒരു ഫീൽ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു എന്നേ ഉള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് കീ ഫ്രെയിം കൊടുത്താൽ അതങ്ങ് റിമൂവ് ആയി പൊക്കോളും. ഓക്കെ, വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് യൂസ് ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമ്മളത് കുറച്ച് നേരം കൂടെ ആ ഒരു പവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കത് വേറൊരു പരിപാടി അതിൻ്റെ അകത്ത് ചെയ്യാം. ഈ സ്ക്വാഷിനല്ലേ നമ്മൾ ചെയ്തത്, വേണമെങ്കിൽ അവിടെ സ്ട്രെച്ച് ഇട്ട് കൊടുക്കാമല്ലോ, പ്രോബ്ലം ഒന്നുമില്ല. ആ സ്ട്രെച്ച് കുറഞ്ഞ് വരണതായിട്ടൊരു ഫീൽ കിട്ടുന്നത് ഇങ്ങനെ ഉണ്ടോ. അപ്പോൾ നോക്കിയേ, സ്ട്രെച്ചിൻ്റെ എത്രത്തോളം വേണം ആ ഒരു സ്ട്രെച്ച് നമുക്ക് ഇതിപ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്തു കണ്ടോ, സ്ക്വാഷ് ചെയ്തു. ഇപ്പോൾ നോക്കിയേ കണ്ടോ. അപ്പം ഞാൻ അത് മാറ്റിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ അത് വേറൊരു ഫീലാണ് സംഭവം. ഇങ്ങനെ എടുത്തിട്ട് സ്ക്വാഷ്, ദെൻ സ്ട്രെച്ച്, ദെൻ സ്ക്വാഷ്, ലാസ്റ്റ് ഫ്രൈ. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് സ്ട്രെച്ച് ചെയ്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് സ്ക്വാഷ് ചെയ്താൽ ചെറുതായിട്ട്, അപ്പോൾ ലാസ്റ്റ് ഒരു ഫീലും കൂടെ കിട്ടില്ലേ കുറച്ചും കൂടെ. അപ്പോൾ നോക്കിയേ കണ്ടോ ആ ഒരു സംഭവം. ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ. അപ്പോൾ ഇത് ബേസിക് എന്താണ് സ്ട്രെച്ച് ആൻഡ് സ്ക്വാഷ് ആണ്. അപ്പോൾ നമുക്ക് കാണാൻ അറിയാൻ പറ്റുമോ. ഓക്കെ, ഇതാണ് ആക്ച്വലി സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഞാൻ നമുക്കിത് എങ്ങനെ മൂവ് ചെയ്യാം. സ്പേസ് ഹോൾഡ് ചെയ്തിട്ട് ലെഫ്റ്റ് മൗസ് ഉപയോഗിച്ച് നമുക്കിത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റും, സ്ക്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതേ സെയിം പ്രോപ്പർട്ടി നമുക്ക് വേറൊരു രീതിയിൽ അപ്ലൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. ഇതിനെ ഡിലീറ്റ് ചെയ്ത് നമുക്കൊരു പുതിയൊരു സംഭവം എടുക്കാം. ഇതിനെ ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു ഇതിനെടുക്കാം. ഫുൾ നമുക്ക് സെലക്ട് ചെയ്യാമല്ലോ. സെലക്ട് ചെയ്യുക, ഫുൾ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്ത് ചെയ്യുക, ക്ലിയർ കീ ഫ്രെയിംസ് എല്ലാം റിമൂവ് ആയി പോയി. പുതിയൊരു ഒബ്ജക്റ്റ് എടുക്കാം. നമ്മളിപ്പോൾ എടുത്ത പോലെ സെയിം ഒരു ഓവൽ ഷേപ്പ് എടുക്കാം, വരയ്ക്കാം. ഫൈൻ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തെന്നറിയാമോ, അതായത് ഇങ്ങനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴേ അതിൻ്റെ അകത്ത് നമ്മുടെ സ്ട്രോക്ക് കിട്ടും. വേണ്ടെങ്കിൽ സ്ട്രോക്കിനെ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് കളയാം. സ്ട്രോക്കോട് കൂടിയായിരിക്കും വരുന്നത്. സ്ട്രോക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് റിമൂവ് ചെയ്ത് കളയുക, സ്ട്രോക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇത് ജസ്റ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇങ്ങോട്ട് മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത് അങ്ങോട്ട്. ഓക്കെ, ഫസ്റ്റ് കീ ഫ്രെയിം ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് കീ ഫ്രെയിം ഇട്ടു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, എന്ത് ചെയ്തു, ഇൻസേർട്ട് കീ ഫ്രെയിം. ഓക്കെ, അപ്പം നമ്മൾ വെറുതെ ഇത് മോഷൻ ട്യൂനുണ്ട്, ക്ലാസിക് ട്യൂനുണ്ട്. അപ്പം നമ്മൾ ക്ലാസിക് ട്യൂനാണ് നേരത്തെ കൊടുത്തത്. അപ്പോൾ അല്ലാതെ നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്, ഫ്രെയിം ബൈ ഫ്രെയിം വെച്ചിട്ട്. അതിന് വേണ്ടി അഞ്ചാമത്തെ കീ ഫ്രെയിമിൽ ഞാൻ ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി, സാധാരണ ഒരു കീ ഫ്രെയിം ഇടുന്നു, ഇവിടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുത്തു. ഓക്കെ, ഇവിടെ വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുത്തു. അപ്പോൾ മൊത്തത്തിൽ 1 2 3 4 കീ ഫ്രെയിംസ് വർക്ക് ചെയ്തു. ഇനി ഇതിനെ സെലക്ട് ചെയ്ത് നമുക്ക് പിവോട്ട് പോയിന്റ് മാറ്റാം. ഓക്കെ, എനിക്ക് അങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്, ഇത് നമുക്ക് അങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ മൂന്നാമത്തെ കീ ഫ്രെയിം വെച്ചിട്ട് അവൻ അങ്ങോട്ട് മൂവ് ചെയ്തു. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ ലാസ്റ്റ് കീ ഫ്രെയിം അതിൻ്റെ കോപ്പി ആയിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുക, കോപ്പി, ദെൻ പേസ്റ്റ്. ഇപ്പം എന്തായി, ഇപ്പോൾ സെയിം ആയില്ല, അതാ ഇങ്ങനെ. ഓക്കെ, ഇനി എനിക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ളൊരു മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ, ഇങ്ങനെയുള്ളൊരു മൂവ്മെൻറ്റ്. പക്ഷേ ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു മൂവ്മെൻ്റാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു കീ ഫ്രെയിമിൽ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുത്തു. അതിനെ സ്വല്പം ഇങ്ങോട്ട്, ഇതിനെ നമുക്ക് നീക്കണമെങ്കിൽ ഇങ്ങനെ സെലക്ട് ചെയ്ത് നീക്കാം, ഓരോന്നായിട്ട് ഇങ്ങനെ നീക്കാം. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പിവോട്ട് പോയിന്റിൻ്റെ അടുത്ത് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ വലിച്ചു കൊടുക്കാം, കണ്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പവറിൽ ഫ്ലോ ചെയ്യുന്നു, കണ്ടോ, അത് ഇങ്ങനെ ഇനി ഫ്രണ്ടിലോട്ട് പോകുന്ന രീതിയിൽ ഫ്രണ്ടിലോട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇതിനെ പിടിച്ച് സ്വല്പം ഇങ്ങോട്ട് നീക്കി വെച്ച് കൊടുക്കുക. ഇപ്പം നോക്കിയേ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ആ ഒരു പവറിൽ ഫ്രണ്ടിലോട്ട് പോകുന്ന ഒരു ഫീല്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആൻറ്റിസിപ്പേഷനാണ്. ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആൻറ്റിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമാണ്. ഒരു ഫോഴ്സ് സാധാരണ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബാക്ക് ഒരു ഫോഴ്സ് കൊടുക്കുമല്ലോ. മാങ്ങ എറിയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ബാക്കിലോട്ടൊരു ഫോഴ്സ്. അപ്പം നമ്മൾ ഇരിക്കുന്നതിന് മുമ്പായിട്ട് ചെറുതായിട്ടൊന്ന് ആൻറ്റിസിപ്പേറ്റ് ചെയ്യും. ആൻറ്റിസിപ്പേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒരു ആക്ഷന് തൊട്ട് മുമ്പിലുള്ള ആക്ഷനെ സൂചിപ്പിക്കുന്നതാണ് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ എടുത്തു, അതിനുശേഷം ഇതാ ഇവിടെ വന്നു, ഈ ഒരു ഏരിയക്കകത്ത് നിന്ന് ഇങ്ങനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത ശേഷം ഞാൻ റിലീസ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കീ ഫ്രെയിം ഇടണമെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കീ ഫ്രെയിം ഇടാം, ഇൻസേർട്ട് കീ ഫ്രെയിം. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടുന്ന് സ്വല്പം കൂടെ ഒരു ആൻറ്റിസിപ്പേഷൻ കൊടുക്കുക ഈ ഒരു ഏരിയക്കകത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വീണ്ടും അവിടെ തന്നെ വെച്ചിട്ട് സ്വല്പം കൂടെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു കീ ഫ്രെയിം തന്നെ 2 ഫ്രെയിമിൽ കണ്ടോ ആ ഒരു പവർ കിട്ടും, കണ്ടോ, ആ ഒരു പവർ കിട്ടി, മനസ്സിലായില്ലേ.
ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. അപ്പോൾ നമുക്ക് ഇതിനെ വീണ്ടും എല്ലാത്തിനെയും കൂടെ സെലക്ട് ചെയ്യുക, നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കുറച്ചും കൂടെ ഒരു ഫീൽ കിട്ടും. ഇതാണ്ടോ കണ്ടോ. ഓക്കെ, അതാ ഇനി ഇവിടെ നിന്ന് മൂവ് ചെയ്ത് പോകുന്നതാണ്. ഇവിടെ നിന്ന് 1 2. അപ്പോൾ ഇതിന് രണ്ടെണ്ണത്തിനെയും കൂടെ ഞാൻ സെലക്ട് ചെയ്തു. അതിനെ സ്വല്പം കൂടെ ഒന്ന് ഫ്രെയിമിലോട്ട് ഇട്ട് കൊടുക്കും. അത് ഓക്കെ, ഇതിനെ കൂടെ സെലക്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നോക്കിയേ. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. ഓക്കെ, അതൊരു ആൻറ്റിസിപ്പേഷൻ ഒന്ന് ഹോൾഡ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു. ഓക്കെ, ആൻറ്റിസിപ്പേഷൻ ഹോൾഡ് ചെയ്തു, ഇവിടെ എത്തി. ഓക്കെ, ഇവിടെ എത്തി. വീണ്ടും ഇവിടെ എത്തിയിട്ട് ഒരു ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുക്കുക. ഇൻസേർട്ട് കീ ഫ്രെയിം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടൊന്ന് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കീബോർഡിൽ എം കഴിഞ്ഞിട്ടുള്ള രണ്ട് ഗ്രേറ്റർ ലെസ് ദാൻ സിമ്പൽ ഉണ്ടല്ലോ, അത് ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഗ്രേറ്റർ ദാനും ലെസ് ദാനും. ഓക്കെ, ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട്. അപ്പോൾ ഗ്രേറ്റർ ദാൻ അടിക്കുമ്പോൾ ഞാൻ ഇതിൽ വന്നു ആൻറ്റിസിപ്പേറ്റ് ദെൻ മൂവ്. അപ്പോൾ ഇത്രയും ഗ്യാപ്പ് അല്ലല്ലോ, സ്വല്പം ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കണ്ടോ, ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്തു, ഇങ്ങനെ വന്നു. ലാസ്റ്റ് ഇവിടെ എത്തുന്ന സമയത്ത് സ്വല്പം ഒന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ എങ്ങനെ നമുക്ക് ഫ്രണ്ടിലോട്ട് പോയി ഇതിനെ തിരിച്ചു കൊടുത്താലും മതിയാവും. ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് കണ്ടോ, ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. കണ്ടോ. അപ്പോൾ ഇത് മാത്രം പോരാ, സ്വല്പം നമുക്ക് ക്യാരക്ടറിനെ ഒന്ന് ഫ്രണ്ടിലോട്ടാക്കാം. 1 2 3 4 5 എന്ത് ചെയ്യുക, സ്ക്രോൾ ചെയ്ത് കൊടുക്കുകയാണ്. 1 2 3 നമ്മൾ ആരോ രണ്ട് ആരെയും സ്ക്രോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നോക്കി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കൊടുക്കണമെങ്കിൽ ഗ്യാപ്പ് കൊടുക്കാം. സെലക്ട് ചെയ്തൊരു ഗ്യാപ്പായി കൊടുക്കാം. ഗ്യാപ്പായി കഴിഞ്ഞാൽ ആ ഒരു ഫീൽ വരത്തില്ല. വേണമെങ്കിൽ ഒരു ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുക്കാം. ഇവിടെ ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുത്തിട്ട് നമുക്ക് അതിനെ പിടിച്ചിട്ട് നമുക്കൊന്നും കൂടെ പഴയ പോലെ വെച്ചിട്ട് നമുക്കതിനെ സ്വല്പം കൂടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നോക്കിയാൽ കണ്ടോ, ആ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടും. ഓക്കെ, അതിൻ്റെ ഇടയിൽ ഒരു കീ ഫ്രെയിം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാണാനൊരു സുഖമായിരുന്നു. ഇൻസേർട്ട് കീ ഫ്രെയിം. ഇപ്പോൾ നോക്കി 1 2 ഒന്നും കൂടെ കുറച്ചും കൂടെ പിടിച്ച് സ്ട്രെച്ച് ചെയ്യാം. ഇവിടെ സെലക്ട് ചെയ്യുക, സ്വല്പം കൂടെ സ്ട്രെച്ച് ചെയ്യുക. അപ്പോൾ അത് നമുക്ക് ഓഡിയൻസ് കാണുന്നൊരു ഫീൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയേ. ഓക്കെ, വേറെ ഒന്നിനും അല്ല, സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, അതുപോലെ നമുക്ക് ടോപ്പിൽ വേണമെങ്കിൽ ടോപ്പിൽ കൊടുക്കാം. എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ അത് ചെയ്യാം. നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് താഴെ വെച്ചിട്ട് ഈ ഒരു ഏരിയക്കകത്തുനിന്ന് ടോപ്പിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും കണ്ടോ, അതും കൂടെ വർക്ക് ചെയ്യാം. അപ്പോൾ ഒരു സമയത്ത് ഒരെണ്ണമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ, കോൺസെൻട്രേറ്റ് ചെയ്യാവുള്ളൂ. കണ്ടല്ലോ, ആ ഒരു ആൻറ്റിസിപ്പേഷൻ അത് കഴിഞ്ഞിട്ട് അവിടെ വന്നത് ഫിനിഷ് ചെയ്ത് നിൽക്കുന്നു. ഓക്കെ, അപ്പോൾ ആൻറ്റിസിപ്പേഷൻ എത്രത്തോളം കൊടുക്കണം എന്നുള്ള കാര്യം നമുക്ക് തീരുമാനിക്കാം. ഇതാ ഇപ്പോൾ രണ്ട് കീ ഫ്രെയിംസ് കൊടുത്തിട്ടുണ്ട്. അത് കഴിയുമ്പോൾ ഒറ്റ കീ ഫ്രെയിമിൽ ഇത് വന്നു. പോരാന്നുണ്ടെങ്കിൽ ഇതാ ഈ കീ ഫ്രെയിം നീക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇൻസേർട്ട് കീ ഫ്രെയിം കൊടുക്കാം. വീണ്ടും നമുക്ക് ആൻറ്റിസിപ്പേഷൻ കൊടുക്കാം, പ്രോബ്ലം ഇല്ല. അപ്പുറത്താണ്, അപ്പുറത്തിരിക്കുക, സ്വല്പം കൂടെ സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീണ്ടും ഇതിൻ്റെ കോപ്പി എടുക്കുക. കോപ്പി പേസ്റ്റ് കീ ഫ്രെയിം, വീണ്ടും സ്വല്പം കൂടെ നീക്കുക. കോപ്പി പേസ്റ്റ്. ഓക്കെ, പേസ്റ്റ് ഫ്രെയിംസ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇതിനെ പിടിച്ച് സ്വല്പം ഇങ്ങനെ ആക്കി വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് ആ ഒരു ഇൻബിറ്റ്വീനും കൂടെ കിട്ടും ഇങ്ങനെ. ഓക്കെ, അപ്പോൾ നോക്കിയേ, അപ്പോൾ ആ ഒരു ഫീലും കൂടെ നമുക്ക് കിട്ടും. അതിപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അനിമേഷനാണ്. ഓക്കെ, അപ്പോൾ ഇതേ സെയിം കൺസെപ്റ്റ് തന്നെ നമുക്ക് അതിൽ യൂസ് ചെയ്താൽ കുറച്ചും കൂടെ ഒരു പവർ കിട്ടും ഈ ഒരു ഏരിയക്കകത്ത്. കണ്ടോ, ഇത് കഴിഞ്ഞ് ഒറ്റയടിക്ക് തിരിച്ചു വന്നാണ്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ സ്വല്പം നീക്കിയിടും, രണ്ട് കീ ഫ്രെയിംസ്. എന്നിട്ട് ഇതിനെ കോപ്പി പേസ്റ്റ് സെലക്ട് ചെയ്യുക, ഇങ്ങോട്ട് വയ്ക്കുക, മൂവ് ചെയ്യുക, ഇവിടെ വയ്ക്കുക, ഇതിൻ്റെ കോപ്പി എടുക്കുക, കോപ്പി ദെൻ പേസ്റ്റ്. എന്നിട്ട് നമ്മളത് കുറച്ചൊന്ന് ഇങ്ങോട്ട് തള്ളി വെച്ച് കൊടുക്കുക. ഓക്കെ, കണ്ടോ, ഇനി നമ്മൾ കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീലും കൂടെ നമുക്ക് കിട്ടും. ജസ്റ്റ് സ്ക്വാഷ് ആൻഡ് സ്ട്രെച്ച് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സസൈസ് ചെയ്തത്. ഓക്കെ.